എൻ്റെ പേര് ബിനു. ഞാൻ 9ൽ പഠിക്കുന്നു. എനിക്ക് മഞ്ഞപ്പിത്തം പിടിച്ചിട്ട് ലിവറിന് ബാധിച്ചിരിക്കണം. ലിവർ മാറ്റി വയ്ക്കണം എന്നാണ് പറയുന്നത്. എൻ്റെ അച്ഛന് കൂലിപ്പണിയാണ്. 25 ലക്ഷം വേണമെന്നാണ് പറയുന്നത്. വീഡിയോ കാണാൻ സഹായിക്കണം. ഞാനിപ്പോൾ എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. എൻ്റെ കൂടെയുള്ള ബിനു എന്ന് പറയുന്ന കുട്ടി, മോന് മഞ്ഞപ്പിത്തം ലിവറിന് ബാധിച്ച് ഇപ്പം മോൻ്റെ ലിവർ എത്രയും പെട്ടെന്ന് മാറ്റി വെക്കണം എന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. എൻ്റെ പേര് ഗായ്സ്, സവാറി വെൽക്കം ബാക്ക്. സോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുക നമ്മളെ സ്വന്തം പൃഥ്വിരാജ് സുകുമാർ. സോ ഹലോ ഗായ്സ്, സവാറി വെൽക്കം ബാക്ക്. സോ ഇപ്പോൾ ഗായ്സ്, സോഷ്യൽ മീഡിയ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു മൂവിയാണ് കാപ്പ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല താരനിരകളൊക്കെ ഉള്ള സിനിമയാണ്. നമ്മളെ അപർണ ബാലമുരളി, മറ്റേ ആസിഫ് അലി, ഒരുപാട് പേരുണ്ട്. ഓക്കെ, സോ കാപ്പയിൽ നമ്മൾ ശ്രീനിവാസനുണ്ട്. ശ്രീനിവാസൻ ചേട്ടനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിങ് ആയിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. എവിടെ കുറേ കാലമായി മൂടി വെച്ചൊരു സത്യം താൻ തുറന്നു പറയുകയാണ്. കാണികളെ പൊട്ടിച്ചിരിപ്പിച്ച ശ്രീനിവാസൻ. ഓക്കെ, ഷാജി കൈലാഷ് പൃഥ്വിരാജ് ചിത്രം കാപ്പയുടെ ഓഡിയോ ലോഞ്ചിൽ കാണികളെ കയ്യിലെടുത്ത് നടന്ന ശ്രീനിവാസൻ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച തിരക്കഥാകൃത്തും സൂപ്പർ ഹിറ്റുകൾ എഴുതിയാൽ താനാണെന്നും പറഞ്ഞുകൊണ്ടാണ് ചിത്രത്തിൻ്റെ ഓഡിയോ ലോഞ്ച് ഉദ്ഘാടനം ചെയ്തത്. തമാശ രൂപേണ ശ്രീനിവാസൻ സംസാരിച്ചത്. വേറെ ആരും പറയാനില്ലാത്തത് കൊണ്ട് കുറേ കാലമായി മൂടിവെച്ചൊരു സത്യം ഞാൻ തുറന്നു പറയുകയാണ്. മലയാള സിനിമയിലെ ഏറ്റവും മികച്ച തിരക്കഥാകൃത്ത് ഞാൻ ആണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ സൂപ്പർ ഹിറ്റുകൾ എഴുതിയ ആളും ഞാൻ ആണ്. ഫാസിലിനെ കുറേ നാളെ ശേഷം കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. എന്നെ കാണാത്തത് കൊണ്ടാണോ അദ്ദേഹം എന്നെ സിനിമയിൽ എടുക്കാത്തത് എനിക്ക് സംശയമുണ്ടായിരുന്നു. അപ്പോൾ ഒരു സിനിമയിൽ ഞാൻ അഭിനയിക്കുന്നുണ്ട്. ഫാസിലിൻ്റെ അടുത്ത സിനിമകളിൽ ഞാൻ അഭിനയിക്കാം. കുറേ നാളുകളായി എല്ലാവരും കാണാൻ സാധിച്ചില്ല. ഒരുപാട് കാലത്തിന് ശേഷം എല്ലാവരും കാണാൻ ഇത്ര അടുക്കൊരു ഭാഗ്യമാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അത് തന്നെയാണ്. ഇതുപോലൊരു യൂണിയൻ ഉണ്ടാക്കിയത് തന്നെ സഹപ്രവർത്തകരുടെ കാരുണ്യം കൊണ്ടാണ്. ഷാജി കൈലാഷ് ഇങ്ങനൊരു സിനിമ സംവിധാനം ചെയ്ത ആ കാരുണ്യം അദ്ദേഹത്തിനുള്ളത് കൊണ്ടാണ്. തുടർന്നും ആ കാരണം ഉണ്ടാട്ടെ എന്ന് ആശംസിക്കുന്നു എന്നാണ് ശ്രീനിവാസൻ പറഞ്ഞത്. ഇന്ദുഗോപന്റെ നോവലായ ശംഖുമുഖിയെ അടിസ്ഥാനമാക്കപ്പെടുത്തിയാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ഡിസംബർ 22 കാപ്പ റിലീസ് ചെയ്യുന്നത്. ഓക്കെ, സോ കാപ്പ ഓൾറെഡി റിലീസ് ചെയ്തു. ഒരത്യാവശ്യം ആവറേജ് പടം. ഓക്കെ, കാരണം ഒരു ഗ്യാങ്സ്റ്റർ ഫൈറ്റ് മൂവിയാണ്. ഞാൻ കണ്ടു, എനിക്ക് വല്ല രീതിയിൽ കത്തിയില്ല. പട്ടം എനിക്ക് കത്താത്തതെന്ന് വെച്ചാൽ സിനിമ അത്യാവശ്യം അടിപൊളി റൊമാൻറ്റിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. പക്ഷേ എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ കണ്ടു മാറ്റ സംഭവം തന്നെയാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഭയങ്കര ബൂസ്റ്റപ്പ് കിട്ടും. പിന്നെ മൊബൈലിൽ കാണാൻ ശ്രമിക്കരുത്. മാക്സിമം നമ്മൾ തിയേറ്റർ എക്സ്പീരിയൻസ് വാച്ച് ചെയ്യും. ഓക്കെ, കാരണം ഇതിലൊന്നും കാണാൻ മാത്രമല്ല, ഇതിൽ കണ്ടിട്ട് എനിക്ക് കുറച്ചൊക്കെ ഒരു ഗുമ്മ കിട്ടി. പക്ഷേ മാക്സിമം തിയേറ്റർ കാണാൻ കഴിച്ചു. അപ്പോൾ ഒരു ഗുമ്മ കിട്ടത്തുള്ളൂ. ഓക്കെ, ഒരു പവർ. ഓക്കെ, സോ എന്തായാലും അഭിപ്രായം കമന്റ് ചെയ്യുക. അടുത്ത ദിവസം കാണാം. ബൈ.